ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? പിന്നെന്താ വിശേഷം? ഇതിപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് മത്തി കിട്ടീനെ. അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എന്താ പറയുക, മുളക് ചാറ് തന്നെ പല വിധത്തിലും ആക്കാം കേട്ടോ. അതിൽ ഒന്നിങ്ങനെ ഞാൻ ഇടുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ തക്കാളി അരച്ച് ചേർക്കുന്നത്. തക്കാളി മുഴുവനായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാ തരത്തിലും ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണേ. പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാൻ പോകുമ്പോൾ വെളിച്ചെണ്ണ എല്ലാം കട്ടയായിന്. പിന്നെ അത് ചൂടുവെള്ളത്തിലെല്ലാം വെച്ച് ഉരുക്കുമ്പോൾ സമയമാവും. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് എന്നിട്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് നന്നായിട്ട് വാടിയതിന് ശേഷം തീ ഒന്ന് ഓഫാക്കിയിട്ടാണ് പൊടികളിട്ട്, കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തീ ഒന്ന് ഓഫാക്കിയിട്ട് പൊടികളിട്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് അത് നന്നായി മൂത്ത് വന്നപ്പോൾ അരച്ച് വെച്ച 2 വലിയ തക്കാളി ചേർത്തിട്ടുണ്ടായിന്. അതും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതെല്ലാം കൂടി നല്ലോണം എന്താ പറയുക, നെയ്യ് കാണുന്ന അത്രയും വിധത്തിൽ വഴറ്റിയതിന് ശേഷം കുറച്ചും കൂടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ കട്ടിയിലല്ല ഉള്ളത്, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കൊടുക്കുക. മീനിട്ടാൽ പിന്നെ അധികം ഇളക്കണ്ട. മീനിങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളക്കാൻ വെക്കുക. നല്ലോണം തിളച്ച് മീൻ വെന്തിട്ടാകുമ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി മേലെയില്ലേ ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ആദ്യം എണ്ണയിൽ ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മേലെ ഇടണ്ട. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. മുകളിൽ കുറച്ച് ഉലുവപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ്, അതിൻ്റെ ആ സ്മെല്ലും നല്ല രസമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ കറി വെക്കുന്നുണ്ടാവുക അല്ലേ. പിന്നെന്താ, നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ, കുറച്ച് ആൾക്കാരെല്ലാം കാണലുണ്ട്, പക്ഷേ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യലില്ല. ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേട്ടാ. വേറെന്താ, എന്നാൽ പിന്നെ തിളച്ച് വന്ന കറിയിൽ മേലെ കറിവേപ്പില ഇട്ട് മൂടി വെച്ച് തീ ഓഫാക്കി.